കഴിഞ്ഞ 3 വർഷത്തിനിടെ ലോകത്തിലെ വിവിധ കരിയർ ഫീൽഡുകളിൽ എക്സ്പെർട്ടൈസ് തെളിയിച്ച ലോകത്തിലെ പ്രധാനപ്പെട്ട ടോപ്പ് ടയർ ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ 20ലധികം പ്രൊഫഷണൽസിനോട് ഇന്ററാക്ട് ചെയ്യാൻ അവസരം ലഭിച്ച മലയാളികളായ സ്കൂൾ സ്റ്റുഡൻസ്. 6ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു AI സയന്റിസ്റ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, ഒരു ടെക് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എത്രമാത്രം ക്യൂരിയസ് ആയാണോ ചോദിക്കുന്നത്. 2021 UPSC സിവിൽ സർവീസ് കേരള റാങ്ക് 1 ഹോൾഡർ ദിലീപ് കെ കൈനിക്കർ IAS ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലെ ഒരു റിസർച്ച് ഫെലോ ആയിട്ടുള്ള ഡോക്ടർ സഫീർ സർ ആണ്. ഐഫോൺ ഒക്കെ നമ്മുടെ മക്കൾ കിടലനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ആപ്പിളിന്റെ ഒരു അനലോഗ് ഡിസൈൻ എഞ്ചിനീയറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കിയത്. മലയാളി ആയിട്ടുള്ള ഒരു കാനഡക്കാരനാണ്. കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസിൽ ഫ്യൂവൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അനിൽ പ്രസാദ് സർ ആണ്. ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര വലിയ വലിയ കാര്യങ്ങൾ കുട്ടികൾ അറിയണോ, അതിനെക്കുറിച്ച് സംസാരിക്കണോ എന്നൊക്കെ വളരെ ആശങ്കയോട് കൂടിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കേവലം അക്കാഡമിക് സബ്ജക്ട് മാത്രം പോരാ, കുട്ടികൾക്ക് അവരുടെ കരിയർ സ്വപ്നങ്ങൾക്ക് കരുത്ത് പകരേണ്ട പ്രായമാണിത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ലോകത്തിലെ വിവിധ കരിയർ ഫീൽഡുകളിൽ എക്സ്പെർട്ടൈസ് തെളിയിച്ച ലോകത്തിലെ പ്രധാനപ്പെട്ട ടോപ്പ് ടയർ ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ 20ലധികം പ്രൊഫഷണൽസിനോട് ഇന്ററാക്ട് ചെയ്യാൻ അവസരം ലഭിച്ച മലയാളികളായ സ്കൂൾ സ്റ്റുഡൻസ്. അവരാരാണെന്നല്ലേ? X&Y ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. 6ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു AI സയന്റിസ്റ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, ഒരു ടെക് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എത്രമാത്രം ക്യൂരിയസ് ആയാണോ ചോദിക്കുന്നത്, അതേപോലെയാണ് ഒരു 6ാം ക്ലാസ്സിലെ കുട്ടി AI സയന്റിസ്റ്റിനോട് ഇന്ററാക്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സാസിൽ നിന്നുള്ള ഒരു പ്രൊഫസറോട് സ്കൂളിൽ പഠിക്കുന്ന നാട്ടിലെ നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു കുട്ടി ഒരു നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടുക, ഒരു വേദി കിട്ടുക, തന്റെ ഭാവി കരിയർ സ്വപ്നങ്ങൾ പങ്കുവെക്കുക, ഇതിനൊക്കെയുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ലേ. ISRO സ്വപ്നം കാണുന്ന മിടുക്കരോട് സംസാരിക്കാനായി ഒരു ISRO സയന്റിസ്റ്റ് തന്നെ നേരിട്ടെത്തുന്നു. എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, പൈലറ്റ്, റിസർച്ചർ, ഇങ്ങനെ തുടങ്ങി എന്താണോ കുട്ടിയുടെ ഭാവി സ്വപ്നം അതിനെ ആക്സലറേറ്റ് ചെയ്യാനും സ്വപ്നങ്ങൾ പങ്കുവെക്കാനും അവരുടെ മുന്നിലേക്ക് എത്തുന്നത് ആ ഫീൽഡിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള മിടുക്കരായിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ വർഷം IAS ആവാൻ താല്പര്യമുള്ളവരെ കാണാൻ എത്തിയത് 2021 UPSC സിവിൽ സർവീസ് കേരള റാങ്ക് 1 ഹോൾഡർ ദിലീപ് കെ കൈനിക്കർ IAS ആയിരുന്നു. ഈ ഒരു അവസരമാണ് X&Y സക്സസ് സ്റ്റോറീസ് സ്പെഷ്യൽ സീരീസിലൂടെ X&Y ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനായിട്ട് ഞങ്ങൾ ഒരുക്കുന്നത്. ആദ്യ എപ്പിസോഡിൽ 1ാമത്തെ സെഷനിൽ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ എത്തിയത് IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി IIM അഹമ്മദാബാദിൽ നിന്ന് MBA പഠനവും പൂർത്തിയാക്കിയ അദീബ് ഹസൻ ആയിരുന്നു. സ്പേസ് സയൻസിനെ കുറിച്ചൊക്കെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാനും സ്പേസ് സയന്റിസ്റ്റ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും അദീബ് ഹസൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കുട്ടികളോട് സംസാരിച്ചത്. 2ാമത്തെ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഫ്ലിപ്കാർട്ടിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആളുകളാണ് അല്ലേ? എന്നാൽ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൊഡക്റ്റ് ഡിസൈനർ ഫ്രം ഫ്ലിപ്കാർട്ട് ആൻഡ് ഹി വാസ് an alumnus from NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ആൾസോ alumnus of NIT കാലിക്കറ്റ് ജിതിൻ മനോഹരനാണ് കുട്ടികളോട് 2ാമത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ. ഇനി 3ാമത്തെ എപ്പിസോഡിൽ പൈലറ്റ് ഒക്കെ ആവാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരോട് ഇന്ററാക്ട് ചെയ്യാൻ എത്തിയത് ക്യാപ്റ്റൻ ആകാൻഷ് ഷീവി, ഒരു പൈലറ്റ് ആണ്. ആകാൻഷ് ഫ്ലൈറ്റ് സ്കൂളിന്റെ ഡയറക്ടർ കൂടിയാണ് ഈ ആകാൻഷ് സർ. ആൻഡ് 4th എപ്പിസോഡ്, 4ാമത്തെ എപ്പിസോഡിൽ ഒരു ISRO സയന്റിസ്റ്റ് നമ്മൾ കൊണ്ടുവന്നു. അദ്ദേഹം IIST നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ KR. ഉണ്ണികൃഷ്ണൻ സാർ കുട്ടികളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ISRO സയന്റിസ്റ്റ് ആകാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എങ്ങനെ സ്കൂൾ ലെവലിൽ നിന്ന് പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ X&Y ലേണിംഗിൽ തന്നെ COO ആയിരുന്ന ഫവാസ്, അദ്ദേഹം IIT മദ്രാസ് ഗ്രാജുവേറ്റും IIM കൽക്കട്ട ഗ്രാജുവേറ്റും ആയിരുന്നു. കുട്ടികൾക്ക് മാനേജ്മെന്റ് ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരം കുട്ടികളോട് സംസാരിക്കാനാണ് ഫവാസർ എത്തിയതെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഒരു ഗെയിം ഡെവലപ്പറാണ് എത്തിയത്. ഗെയിം കളിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും, എന്നാൽ ഈ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് കൂടുതലായിട്ട് അറിയാൻ മുഹമ്മദ് ഫവാസ് ഫ്രം യൂണിറ്റി ഡെവലപ്പർ, അദ്ദേഹം NIT കാലിക്കറ്റ് അലുമിനസ് കൂടിയായിരുന്നു. ഗെയിമൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ടെക് സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ അടിപൊളിയായിട്ട് തന്നെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ഗസ്റ്റ് ആയിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലെ ഒരു റിസർച്ച് ഫെലോ ആയിട്ടുള്ള ഡോക്ടർ സഫീർ സർ ആണ്. മലയാളി ആയിട്ടുള്ള ഒരു റിസർച്ച് ഫെലോ ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലെ സഫീർ സർ കുട്ടികളോട് ഓക്സ്ഫോർഡിൽ പഠിക്കാനുള്ള സാധ്യതകളെ കുറിച്ചും അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ ഡോക്ടർ ഗോപാല ഗണേഷ്, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സാസിലെ പ്രൊഫസറാണ്. IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. IIM അഹമ്മദാബാദിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൗസ്റ്റലിൽ നിന്ന് PhD കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ ഗസ്റ്റ് കുട്ടികളോട് സംസാരിക്കാൻ എത്തുക എന്ന് പറഞ്ഞാൽ ആ ലെവലൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ള ആൾ ആരാന്നറിയോ? ഷാഹിദ് മുഹമ്മദ്, IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ്
അദ്ദേഹം ഹസുറ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഡയറക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. IIT മദ്രാസിൽ പഠിച്ച ആളാണെങ്കിൽ കൂടെ, മലയാളി ആണെങ്കിൽ കൂടെ UK-യിലാണ് ഇപ്പൊ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു സിവിൽ സർവന്റ് എത്തി, ഡോക്ടർ തസ്ലീം. കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിൽ നല്ല റാങ്ക് വാങ്ങിയിട്ടുള്ള ഒരു മലയാളി കുട്ടികളോട് സംസാരിക്കാൻ എത്തി. ആൻഡ് അത് കഴിഞ്ഞിട്ട് എത്തിയ ആള് IIT മദ്രാസ് ഗ്രാജുവേറ്റ് തന്നെയാണ്. ലീഡ് എഞ്ചിനീയർ ടാർഗറ്റ് അൻസിൽ മൊയ്തീൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എക്സാം വൈ സക്സസ് സ്റ്റോറി സെഷനിൽ എത്തിയിട്ടുള്ളത് ഐഫോണൊക്കെ നമ്മുടെ മക്കൾ കിടലനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ആപ്പിളിന്റെ ഒരു അനലോഗ് ഡിസൈൻ എഞ്ചിനീയറോട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കിയത്. ആപ്പിളിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഐഫോൺ മാത്രമല്ല ഐപാഡ് പോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ മക്കൾക്ക് അറിയാം. ഇതിന്റെയൊക്കെ പിന്നിലുള്ള സയൻസ് എന്താണ്, എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ശ്രീജി ശ്രീനിവാസൻ സർ എത്തിയത്. അദ്ദേഹവും IIT മദ്രാസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് ടെക്സാസ് A&M യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞു സിവിൽ സർവീസിൽ കേരള റാങ്ക് 1 ഹോൾഡർ ആയിരുന്ന ദിലീപ് K. കൈനിക്കര IAS, അദ്ദേഹം മലപ്പുറം സബ് കളക്ടറായിട്ട് കറന്റ് വർക്ക് ചെയ്യുന്നു. അദ്ദേഹമാണ് കുട്ടികളോട് സംസാരിക്കാൻ എത്തിയത്. കൊറിയയിൽ സാംസങ്ങിലായിരുന്നു ദിലീപ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ സിവിൽ സർവീസിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് UPSC എക്സാം എഴുതി ക്ലിയർ ചെയ്തു. കേരളത്തിൽ റാങ്ക് 1 ഹോൾഡർ ആയിട്ടാണ് 2021 UPSC അദ്ദേഹം മാറിയത്. അത് കഴിഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളെത്തി. യൂണിവേഴ്സിറ്റി ഓഫ് പീസ്, UN, യുണൈറ്റഡ് നാഷൻസിന് കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അസ്ലഹ്. ഡൽഹി യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആയിരുന്നു മുഹമ്മദ് അസ്ലഹ്. അസ്ലഹിന് ശേഷം എത്തിയത് മലയാളി ആയിട്ടുള്ള ഒരു കാനഡക്കാരനാണ്. കനേഡിയൻ ന്യൂക്ലിയർ ലബോറട്ടറീസിൽ ഫ്യൂവൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അനിൽ പ്രസാദ് സർ ആണ്. അദ്ദേഹം കറന്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ ഒരു അഡ്ജംക്ട് പ്രൊഫസർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സയന്റിസ്റ്റ് എത്തി. അദ്ദേഹം UK-യില് വർക്ക് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. നോനു വർഗീസ് എന്നുള്ള പേരിൽ ഫോൾടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ സയന്റിസ്റ്റ് ആയിട്ട് കറന്റ് വർക്ക് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞ് മലയാളി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാരൻ സെനിൻ അഹമ്മദ് റിസർച്ച് സ്റ്റുഡന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ കറന്റ് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കംപ്ലീറ്റ് ചെയ്ത് IISc-ലാണ്. സയൻസിൽ ഏറ്റവും നല്ല റിസർച്ചർ ആവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്വപ്നം കാണേണ്ട സ്ഥാപനമാണ് IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇറ്റ്സ് അറ്റ് ബാംഗ്ലൂർ. ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ എക്സാം ബൈ ഫാമിലി മീറ്റിൽ ഓഫ്ലൈൻ ആയിട്ട് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് IIT മദ്രാസ് ഗ്രാജുവേറ്റും അതുപോലെ തന്നെ കാർട്ടോകാർട്ട് AI എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജാഫർ സർ കുട്ടികളോട് ഒരുപാട് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് ഒരു സോഷ്യൽ സയൻസ് ഫീൽഡിൽ എക്സൽ ചെയ്തിട്ടുള്ള ആളെ ഞങ്ങൾ കൊണ്ടുവന്നു. ഇറാസ്മസ് മുണ്ടസ് ഫെലോ ആയിട്ടുള്ള ഫർസീൻ സർ MSW പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഒരുപാട് രാജ്യങ്ങളിൽ കറങ്ങി നടന്നുകൊണ്ട് പഠനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് കുട്ടികളോട് സംസാരിക്കാൻ നമ്മുടെ ഫാമിലി മീറ്റ് വേദിയിൽ ഓഫ്ലൈനായിട്ട് എത്തിയത്. ഈ പറഞ്ഞ ആളുകളെല്ലാം വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡിഫറെന്റ് കരിയർ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കൊണ്ടുവന്നത് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു കുട്ടിയെ തന്നെയാണ്. ISRO യുവികയിലും IIST കണ്ടക്ട് ചെയ്ത അൻവിക പ്രോഗ്രാമിലും സെലക്ഷൻ കിട്ടി അവിടുത്തെ ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫാത്തിമ നിധ. 2023 ISRO യുവിക ഡെലിഗേറ്റ് ആയിരുന്നു നിധ എന്ന് പറയുന്ന സ്റ്റുഡന്റ്. ആൻഡ് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ലാസ്റ്റ് സക്സസ് സ്റ്റോറി സെഷന്റെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഷഫീഖ് സർ ആണ്. അദ്ദേഹം ഹണിവെൽ എന്ന് പറയുന്ന കമ്പനിയിലെ ലീഡ് AI എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര വലിയ വലിയ കാര്യങ്ങൾ കുട്ടികൾ അറിയണോ, അതിനെക്കുറിച്ച് സംസാരിക്കണോ എന്നൊക്കെ വളരെ ആശങ്കയോട് കൂടിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആളുകളെല്ലാം വളരെ നേരത്തെ തന്നെ അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങിയവരാണ്. സയൻസ്, മാത്സ് വിഷയങ്ങളിൽ മിടുക്കരായിട്ടുള്ള 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം ഒളിമ്പ്യാഡ്സ്, JEE, NEET, CUET തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുക എന്നതാണ് എക്സാം വൈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. IITians ആൻഡ് ഡോക്ടേഴ്സ് ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള സക്സസ് സ്റ്റോറി സെഷനുകളെല്ലാം എക്സ്പേർട്ടുമായിട്ട് ഇന്ററാക്ട് ചെയ്യലൊക്കെ വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള സംഗതിയാണോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പറയാറുള്ളത്, കേവലം അക്കാഡമിക് സബ്ജക്ട് മാത്രം പോരാ, കുട്ടികൾക്ക് അവരുടെ കരിയർ സ്വപ്നങ്ങൾക്ക് കരുത്ത് പകരേണ്ട പ്രായമാണിത്. കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് പകരം കുട്ടികൾ തന്നെ അവരുടെ ഭാവി കരിയർ പ്ലാൻ കണ്ടെത്തട്ടെ. ഓരോ ഫീൽഡിലെയും എക്സ്പേർട്സുമായി സംവദിക്കുമ്പോൾ ആ ഫീൽഡിലുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ കുട്ടിക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. തന്റെ ഇൻട്രസ്റ്റ് ഏരിയക്കും പാഷനും സ്കിൽ സബ്ജക്ട്സും ഒക്കെ ഈ ഒരു കരിയർ പറ്റുമോ ഇല്ലേ എന്നുള്ളത് കുട്ടിക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനും എല്ലാം അവസരം കിട്ടുന്ന ഒരു സെഷൻ സീരീസ് ആണ് എക്സാം വൈ സക്സസ് സ്റ്റോറി സീരീസ് എന്നുള്ളത്. ഇതിനു പുറമെ നമ്മുടെ ഫൗണ്ടേഷൻ കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ട് 1-on-1 ആയിട്ടൊക്കെ കരിയർ മാപ്പിംഗ് സെഷൻസും നമ്മുടെ മെന്റേഴ്സ് ത്രൂ നമ്മൾ നൽകാറുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കരിയർ മാപ്പിംഗ് സെഷൻസും നമ്മൾ കൊടുക്കാറുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഈ വരുന്ന അടുത്ത അക്കാഡമിക് ഇയറിലെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള സയൻസ് മാത്സ് ഫീൽഡിലൊക്കെ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ലിങ്കിൽ ഒന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.